നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സിൻ്റെ കളക്ഷനാണ്. ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ള ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിലാണ് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷീറ്റ്സ് ഉണ്ട്. മറ്റൊരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഡിസൈൻ നോക്കാം. ഇതൊരു പീച്ച് കളറാണ് ഫസ്റ്റ് ഷെയ്ഡ് നമ്മൾ കാണുന്നത്. 1599 റേഞ്ചിൽ വന്നിട്ടുള്ള സെറ്റാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഇതുപോലെ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ യോക്കിലോട്ട് ആരി വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നതാണ്. അതിലൊരു കോൺട്രാസ്റ്റ് കളേഴ്സാണ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റും ബ്ലൂവിൻ്റെയും ഗ്രീൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ത്രെഡാണ് യോക്കിലോട്ട് വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേണിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ദുപ്പട്ട അതേപോലെ തന്നെ സെയിം ആ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ട് അതിലും ആ സെയിം പാറ്റേണിലുള്ള എംബ്രോയ്ഡറി ബൂട്ട പാറ്റേണിൽ ഇതുപോലെ ഇങ്ങനെ സ്പേസ് ഇട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. എൻഡിലേക്ക് ടാസൽസും കെട്ടിയെടുത്തിരിക്കുന്ന ഡിസൈനാണ്. ഇതിൻ്റെ ബോട്ടം പെയർ ചെയ്തിരിക്കുന്ന റയോൺ കോട്ടൺ ഫാബ്രിക്കിലാണ്. ഇതുപോലെ വരും ഇതിൻ്റെ ഡിസൈൻ. ഇതിലോട്ട് അടുത്ത ഷെയ്ഡ് വരുന്നത് സേജ് ഗ്രീൻ ആണ്. സെയിം പാറ്റേൺ തന്നെയാണ്, പ്ലെയിൻ ആയിട്ട് വന്നിട്ട് യോക്കിലോട്ട് വർക്ക്. അപ്പോൾ ഓരോ ഷെയ്ഡ്സിനും കോൺട്രാസ്റ്റ് കളേഴ്സ് വരുന്നതിൽ വ്യത്യാസമുണ്ട്. ഇതൊരു പിങ്ക് പീച്ച് കളറും ബ്ലൂവും കൂടെ ആൻഡ് ഓഫ് വൈറ്റ് കളറിലുള്ള ത്രെഡാണ്. സെയിം ദുപ്പട്ടയെല്ലാം സെയിം പാറ്റേണിൽ തന്നെ വരും. ബോട്ടം വന്നിട്ടുള്ളത് റയോൺ കോട്ടൺ ഫാബ്രിക്കിലുമാണ്. നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പിങ്ക് പേർപ്പിൾ കളർ ടോണിലോട്ട് വർക്കിൽ വന്നിട്ടുള്ളത് ബ്ലൂവും അതുപോലെ ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനുള്ള ത്രെഡാണ്. ബോട്ടം വന്നിരിക്കുന്നത് റയോൺ കോട്ടൺ ഫാബ്രിക്കിൽ. ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് സിൽവർ ഗ്രേ കളർ കോമ്പിനേഷനിലാണ്. സെയിം പാറ്റേൺ തന്നെയാണ്. വർക്കിൻ്റെ കളേഴ്സിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇതിനൊരു പിങ്ക് പീച്ചും ഒരു ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കളർ ത്രെഡിലാണ് വർക്ക് വരുന്നത്. ദുപ്പട്ട സെയിം പാറ്റേൺ ഇതുപോലെ വരും ദുപ്പട്ടയുടെ ഡിസൈൻ. ആൻഡ് ബോട്ടം എല്ലാത്തിലും പോലെ തന്നെ റയോൺ കോട്ടൺ ഫാബ്രിക്കിലാണിത് പെയർ ചെയ്യുന്നത്. ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സ്യൂട്ടാണ് കാണുന്നത്. ഡിജിറ്റൽ പ്രിൻസ് ആണ് ഓൾ ഓവർ വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഇത് വന്നിട്ടുള്ള ഒരു ഗോൾഡൻ യെല്ലോ കളറിലാണ്. അതിൽ ഫ്ലോറൽ പാറ്റേണിലുള്ള ഡിജിറ്റൽ പ്രിൻസും അതിൻ്റെ കൂടെ തന്നെ മെറ്റീരിയലിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഗോൾഡൻ ലൈൻസ് പോകുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടാണ്. അതുപോലെയാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ളത്. പല മൾട്ടി കളേഴ്സിൽ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് ഡിജിറ്റൽ പ്രിൻ്റ് ഓൾ ഓവർ വരുന്നത്. യോക്ക് പോർഷനിലോട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ കോമ്പിനേഷൻ തന്നെ ത്രെഡും ജർദോസിയും കൂടെ കൊണ്ടുള്ള വർക്ക് സീക്വൻസും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും സെയിം ഫാബ്രിക് തന്നെയാണ് വരുന്നത്. നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ. ദുപ്പട്ട വന്നിരിക്കുന്നത് പ്യുർ ഷിഫോണിലാണ്. അതിൽ സ്ട്രൈപ്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിൽ ഒരു ത്രെഡ് വർക്കും ചെറിയ സീക്വൻസ് വർക്കും കൂടെ ആയിട്ടുള്ള സ്ട്രൈപ്സ് ആണ് വരുന്നത് ലൈൻസ് ആയിട്ട്. പിന്നെ സൈഡിൽ കൂടെ ബോർഡർ പോലെ ഒരു പാറ്റേൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫാബ്രിക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ബനാറസി വീവിങ് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് ഫുൾ റൗണ്ട് ബോർഡറായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബോട്ടം വരുന്നത് പ്യുർ ഷാൻറ്റൂണിലാണ്. ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 2299 റേഞ്ചിലാണ്. അടുത്ത ഷെയ്ഡ് ടർക്വൈസ് ആണ്. സെയിം പാറ്റേൺ തന്നെയാണ്. ഫ്ലോറൽ ഡിസൈൻ ഡിജിറ്റൽ പ്രിൻസ് വന്നിട്ടുള്ളതാണ്. യോക്കിലോട്ട് ആ ഒരു സെൽഫ് കളറിലെ വർക്കും ദുപ്പട്ടയും സെയിം പാറ്റേണിൽ തന്നെ. ബോട്ടം വന്നിരിക്കുന്നത് ഷാൻറ്റൂണിലാണ്. ഡസ്റ്റി മെറൂൺ കളറിലോട്ടാണ് അതിൽ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു ഡിജിറ്റൽ പ്രിൻസിലൊക്കെ ഓരോ ഷെയ്ഡ്സിനും അനുസരിച്ചുള്ള കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട സെയിം പാറ്റേൺ. ബോട്ടം വരുന്നത് പ്യുർ ഷാൻറ്റൂൺ ഫാബ്രിക്കിലാണ്.